തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമല്ലേ? സെക്രട്ടേറിയറ്റ്. അതായത് കേക്ക് മേക്കിങ്ങും നോട്ട് മേക്കിങ്ങും ഒരേ കണക്ക് കൊണ്ടുവന്ന ഒരാളാണ്. ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നൊരു പരിപാടി കേരളത്തിലുണ്ടോ? വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നത് ഓവർ പെർഫെക്ഷനിസം ആണ്. ഞാൻ 0 മാർക്കേ ഇടത്തുള്ളൂ. ദാറ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. അങ്ങനെയുള്ള ഒരാൾ വാസ്തവത്തിൽ ഒരു ക്ലറിക്കൽ ജോബിൽ പോകേണ്ട കാര്യം ഇല്ല. കേരളത്തിൽ ഏറ്റവും സമഗ്രമായി ഒരു PSC പ്ലാറ്റ്ഫോം നടത്തുന്ന മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. യഥാർത്ഥ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവം, വിദഗ്ധരുടെ വിലയിരുത്തൽ, കൃത്യമായ ഫീഡ്ബാക്ക്. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ PK ലേണിംഗ്സ് പങ്കുവയ്ക്കുന്നു സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് മോക്ക് ഇൻ്റർവ്യൂ പ്രോഗ്രാം. May I come in, ma'am? Come. Good morning, sir. Please be seated. Thank you. Good morning. Give an introduction of yourself. Okay. എൻ്റെ പേര് സിംന സിദ്ദീഖ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവ് എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ BSc MSc കംപ്ലീറ്റ് ചെയ്തത് വിമൻസ് കോളേജിൽ നിന്നും സുവോളജിയിലാണ്. BSc 4th റാങ്കും MSc 1st റാങ്കും കിട്ടിയിട്ടുണ്ട്. BSc MSc പഠിക്കുമ്പോൾ തന്നെ PSC നോക്കുന്നുണ്ടായിരുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഒരു ജോബാണ് എൻ്റെ എയിം, അൾട്ടിമേറ്റ് എയിം. ഓക്കെ. ഇപ്പോൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബിൽ കയറി കഴിഞ്ഞാൽ ഈ സുവോളജി MSc ഒക്കെ ചെയ്ത കൂട്ടി. അപ്പോൾ ഈ സുവോളജി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ അഡ്മിനിസ്ട്രേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ അതിനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ഹെൽത്ത് സെക്ടറിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് ഹെൽത്ത് സെക്ടറിലൊക്കെ ചേഞ്ചസ് വരുത്താനും എൻവയോൺമെൻറ്റൽ സെക്ടറിൽ ചേഞ്ചസ് വരുത്താനും ശ്രമിക്കും. അതുപോലെ തന്നെ സുവോളജി പഠിച്ചപ്പോൾ കുറേ കൂടെ അനലിറ്റിക്കൽ എബിലിറ്റി കിട്ടി. ഒരു ടോപ്പിക് കിട്ടിയാൽ അതിനെ എങ്ങനെ സിംപ്ലർ ടാസ്ക് ആക്കി ചെയ്യാമെന്ന് പഠിച്ചു. സോ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും യൂസ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും അതിനെ സ്മോളർ ടാസ്ക് ആക്കിയിട്ട് അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വാട്ടർ കോഴ്സസ് ഒക്കെ പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ പലതരം രോഗങ്ങളും കേരളം അതിൻ്റെയൊക്കെ ഒരു തൊട്ടിലായിട്ട് തീർന്നിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ടാകുമോ? യെസ് മാം. അറ്റ്ലീസ്റ്റ് താന് പുതിയ ഉയർന്ന ഒരു തസ്തികയിലേക്ക് എത്തുന്ന സമയത്തെങ്കിലും ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ അവിടെ പ്രൈമറി സെക്കൻഡറി ലെവലിൽ സീവേജസ് സയൻറ്റിഫിക് ആയിട്ട് മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ടർ റിസോഴ്സസിനെ സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പം ഹെൽത്ത് തന്നെ പറഞ്ഞല്ലോ, നമുക്കൊരു ഹെൽത്ത് ഒരു നിയമം വന്നിട്ടുണ്ട് 2017 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന നാഷണൽ ഹെൽത്ത് പോളിസി 2017. എന്താണ് ആ നാഷണൽ ഹെൽത്ത് പോളിസി 2017 പ്രധാന ലക്ഷ്യങ്ങൾ, മാൻഡേറ്റ്സ്? പഠിക്കണം അത് കേട്ടോ. സുവോളജിയൊക്കെ അല്ലേ പഠിച്ചത്? താൻ നെറ്റ് എഴുതിയല്ലോ, എന്നിട്ട് എന്തായിരുന്നു JRF എഴുതാതിരുന്നത്? നെറ്റ് JRF കിട്ടിയില്ല, ക്വാളിഫൈഡ് ആയില്ല. കിട്ടിയിരുന്നെങ്കിൽ യു കുഡ് ഡു PhD. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് PhD ചെയ്തിരുന്നെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ട് വന്നേനെ ഒരു പക്ഷേ. അതിന് കഴിയുമായിരിക്കും. ഇനിയും ശ്രമിക്കണം കേട്ടോ. PhD ഈസ് എ ഡിഫറെൻറ്റ് തിങ്. മറ്റേ നമ്മൾ പോയിരുന്ന് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നത് പോലെയോ മറ്റോ അതല്ല. ഇത് ശരിക്കും ഒരു സുവോളജിയൊക്കെ പഠിച്ചവർ PhD ഒക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി അതിനപ്പുറത്തേക്ക് പോകും. ഓക്കെ. അപ്പം ഇപ്പം നമുക്ക് എന്തായാലും സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പത്തിക ശാസ്ത്രവും എല്ലാ കാര്യങ്ങളും അറിയണം അല്ലേ? അപ്പം എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ സുവോളജി പഠിച്ചതുകൊണ്ട് പ്രത്യേകം ചോദിക്കുക, 60+ പോപ്പുലേഷൻ, ഏജിങ് പോപ്പുലേഷൻ. അതായത് ഇന്ത്യയുടെ 60+ പോപ്പുലേഷൻ ഏകദേശം എത്ര % വരും? കേരളത്തിൽ അത് എത്രയാണ്? വൈ കേരളത്തിൽ ഡിഫറൻസ് ഉള്ളത്? എങ്ങനെ നമുക്കതിനെ ഒരു പ്രൊഡക്റ്റീവ് പോപ്പുലേഷനാക്കി മാറ്റാൻ പറ്റും? അപ്പോൾ ഞങ്ങളൊക്കെ 60+ പോപ്പുലേഷനാണ് കേട്ടോ. അല്ല സാറല്ല, 60 എത്തിയില്ല. ഞങ്ങൾ രണ്ടും 60+ ആണ്. പക്ഷേ ഞങ്ങളെപ്പോലെ എങ്കിലും പ്രൊഡക്റ്റീവ് ആക്കണം എല്ലാവരും അങ്ങനെയല്ല.
അതിനൊക്കെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? മാം വാല്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏജിങ് പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏജിങ് കൂടുതലാണ്. 2011 പെർസെൻറ്റേജ് നോക്കുമ്പോഴത്തേക്കും 12% ഓഫ് ഏജ്ഡ് പോപ്പുലേഷൻ ഉണ്ട്. അത് 2036 ആകുമ്പോൾ ഓൾമോസ്റ്റ് 23% ആവുകയാണ്. ഇപ്പോൾ തന്നെ 18% ഉണ്ട് കേരളത്തിൽ. ഓക്കെ, അറ്റ് ദ ഓൾ ഇന്ത്യ ലെവൽ? ഓൾ ഇന്ത്യ ലെവൽ അന്ന് 7% ആണ്. ഇപ്പോൾ ഇത്രയും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇതിന്റെ മെയിൻ റീസൺ പോസിറ്റീവ് ആണെങ്കിൽ കേരളത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ആണ്. എങ്കിലും പക്ഷെ അതിന് നെഗറ്റീവ്സ് വരാം. മൈഗ്രേഷൻ കൂടുന്നുണ്ട്. യൂത്തിന്റെ മൈഗ്രേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ കൂടുന്നുണ്ട്. ഏജ്ഡ് പോപ്പുലേഷൻസിന് വീട്ടിൽ ലെഫ്റ്റ് ഓവർ ചെയ്തിട്ട് യൂത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാണ്. മൈഗ്രേഷൻ കാരണം വേറൊരു വലിയ പ്രശ്നമുണ്ട് ഹൗസിംഗ് സെക്ടറിൽ. ഹൗ മെനി ലാക്സ് ഓഫ് ഹൗസസ് ആർ കെപ്റ്റ് വേക്കന്റ്? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു കഴിഞ്ഞ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കെ ഹോംസ് എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മിങ് ടുവേഴ്സ് ഏജിങ്, അതിന് ഏജിങ് പോപ്പുലേഷന് എങ്ങനെ പോസിറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പോൾ വിസ്ഡം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഏജ്ഡ് പോപ്പുലേഷനിൽ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവരെയൊക്കെ ഒരു എക്സ്പേർട്ട് പാനലായിട്ട് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കാനും അക്കാഡമിക്. അപ്പോൾ ഞാൻ ഇക്കാര്യത്തിൽ ഒന്നുകൂടെ പറയട്ടെ, വേറെ ചോദ്യങ്ങളൊന്നും വന്നില്ല എക്കണോമിക്സിൽ നിന്ന്, സാരമില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ഏജിങ് സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിങ് ഉണ്ട്. ആ വിങ് കഴിഞ്ഞ് 30 വർഷം കൊണ്ട് പഠിച്ച് വളരെ എന്താണ് എക്സ്പെരിമെൻ്റലായിട്ട് തന്നെ കണ്ടുപിടിച്ച ഒത്തിരി കാര്യങ്ങൾ ആ വെബ്സൈറ്റിലൊന്ന് കയറണം കേട്ടോ. ആ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ, അതായത് അത് ജർമ്മൻ സയൻറ്റിസ്റ്റ്, ഫ്രഞ്ച് സയൻറ്റിസ്റ്റ്, അമേരിക്കൻ സയൻറ്റിസ്റ്റ്, അങ്ങനെ സയൻറ്റിസ്റ്റ് ഫ്രം വേൾഡ് ഓവർ ഒരു പക്ഷേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. 30 വർഷം കൊണ്ട് നടത്തിയ പഠനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഈ അടുത്ത വർഷങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കണം. നോക്കിയാൽ നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ളവരുള്ള കേരളത്തിന് അത് പ്രയോജനം. ഓക്കെ, സിംന ഫുൾ A+ SSLC 97.3, then 94.4, 4th റാങ്ക്, ദെൻ ഫസ്റ്റ് റാങ്ക്, ദെൻ നെറ്റ്. ഇത്രയും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ഒരു ക്ലറിക്, ഇറ്റ്സ് എ ക്ലറിക്കൽ ജോബ്. ഡു യു തിങ്ക് ദാറ്റ് യു ആർ ഓവർ ക്വാളിഫൈഡ് ഫോർ ഇറ്റ്? ഓവർ ക്വാളിഫൈഡ്, ബട്ട് ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ഈ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ കുറേ എബിലിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും അനലിറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ അവിടെ നിന്ന് അക്വയർ ചെയ്തിട്ടുണ്ട്. അത് വൈസ്ലി എനിക്ക് ഈ സെക്ടറിൽ യൂസ് ചെയ്യാം, ഈ ഫീൽഡിൽ യൂസ് ചെയ്യാൻ സാധിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ. That is good, but I think your competency, your skill, you are not, because you have published international papers also. So why don't you use it in that area, in research, in teaching? സയൻസ് ഒരു പാഷനാണ്, പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ജോബ് എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്. So why don't you prefer for a better bigger canvas like a civil service? അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഐ കാൻറ്റ് ക്വാളിഫൈ. അതവിടെ ഉപേക്ഷിച്ചോ? സമയം കഴിഞ്ഞോ? ഇല്ല, വിൽ ട്രൈ. So you can try, അല്ലേ? അങ്ങനെ നോക്കുമ്പം സിംനയുടെ സ്ട്രെങ്ത് ആയിട്ടും വീക്ക്നെസ് ആയിട്ടും കാണുന്നത് എന്തൊക്കെയാണ്? ഓക്കെ സർ, സ്ട്രെങ്ത് ആയിട്ട് കാണുന്നത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓരോ കാര്യവും വളരെ കൃത്യമായി അതിനെക്കുറിച്ച് മാക്സിമം പഠിച്ചുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ദെൻ അനലിറ്റിക്കൽ തിങ്കിങ് ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നു. എല്ലാം അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാറുള്ളൂ. ദെൻ വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നത് ഓവർ പെർഫെക്ഷനിസം ആണ്. ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഓവറായിട്ട് കാര്യങ്ങൾ നോട്ട് മേക്കിംഗ് ഒരു പോസിറ്റീവാണ്, എങ്കിലും ഒരു നോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, കേക്ക് മേക്കിങ്ങും നോട്ട് മേക്കിങ്ങും ഒരേ കണക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് അല്ലേ? കേക്കും ഉണ്ടാക്കുന്നുണ്ട്, നോട്ടും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ പെർഫെക്റ്റ് കേക്കും ഉണ്ടാക്കുന്നുണ്ട്, പെർഫെക്റ്റ് നോട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. Am I right?
പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കുന്നു. അല്ല, ഒരുപാട് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സിവിൽ സർവീസ് പ്രിപ്പറേഷനെ ബാധിച്ചിട്ടുണ്ടോ No, ഈ sir. ഓവർ പെർഫെക്ഷൻ? Yes, ഒരു ടോപ്പിക് കിട്ടുമ്പോൾ ഒരുപാട് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോണ്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഏത് നോക്കണം എന്നുള്ള. അത് അപ്പം അങ്ങനെയുള്ള ഒരാളെ ഞാൻ സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടേ, സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ സിംന എന്ത് ചെയ്യും? ഫയലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരുപാട് പെർഫെക്ഷൻ നടത്തി ഇപ്പം കൃത്യസമയത്ത് ആ ഫയൽ മൂവ് ചെയ്യുമോ? No, sir, I am trying to അത് ചേഞ്ച് ചെയ്യാൻ, ആ ഒരു ക്വാളിറ്റി അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. So that you are going to make a change in yourself, your personality. Yes, sir. നമ്മൾക്ക് നമ്മുടെ ഏരിയാസ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിനകത്ത് സിംന കാണുന്ന ഒരു പ്രധാനപ്പെട്ട വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് അതാണ്, Yes, sir. അല്ലേ? അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ വീണ്ടും ചോദിക്കണം, അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ വൈ കോണ്ട് യു അഗെയിൻ തിങ്ക് അബൌട്ട് എ ബിഗർ ക്യാൻവാസ്? കാരണം ഇത് കുറച്ചും കൂടി പിന്നെ ഇത്രയും അക്കാഡമിക് ബ്രില്യൻസ് ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയുടെ ഒരു ചാൻസിലേക്കല്ലേ സിംന പോകുന്നു? It's my dream. So my question is, why can't you broaden your dream with a bigger canvas? ഇനി അതിനു വേണ്ടി, അതായത് ഇപ്പോൾ എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഐ വിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ദിസ്. ഷിഫ്റ്റ് ചെയ്യാൻ, അതായത് ഇപ്പോൾ ഒരു പബ്ലിക് സെർവൻ്റ് ഒരു ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ അതിന് കൊടുക്കണം. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ കിട്ടുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ആ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളായി ഞാൻ മാറാൻ ശ്രമിക്കും, സർ. Wonderful answer. Thank you. Very good. Sir. Simna, you're coming from Trivandrum. Yes, sir. Say something about Trivandrum district. Trivandrum. If I say particularly about my place, Trivandrum district as a whole. administrative level officers, then particularly എൻ്റെ പ്ലേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വള്ളക്കടവ് ആണ്, സർ. ഇറ്റ്സ് ആ പേരിൽ തന്നെ ഉണ്ട് വള്ളങ്ങളുടെ കടവ്. ഇറ്റ്സ് എ ബോട്ട് ജെട്ടി, ഫെറി പോയിന്റ്. ട്രാവൻകൂറിൻ്റെ ടൈമിലെ ക്രിയേറ്റ് ചെയ്ത ഒരു ബോട്ട് ജെട്ടിയാണ്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ട്. My question was about Trivandrum. തിരുവനന്തപുരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്. വള്ളക്കടവ് മാത്രമല്ലല്ലോ തിരുവനന്തപുരം. പറഞ്ഞു. മെയിൻ വർഷിപ്പ് പ്ലേസസ്, ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വർഷിപ്പ് പ്ലേസ്. പിന്നെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഒരുപാടുണ്ട്. ശംഖുമുഖം, വേളി, ദെൻ വിഴിഞ്ഞം പോർട്ട്, അതൊരു മേജർ പോയിന്റ് ആണ്. ഇന്റർനാഷണൽ സീ പോർട്ട്, വിഴിഞ്ഞം പോർട്ടുണ്ട്. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമല്ലേ? സെക്രട്ടേറിയറ്റ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സെക്രട്ടേറിയറ്റ് ഒഴിച്ച് ബാക്കിയല്ല ഭരണസ്ഥിരാ കേന്ദ്രം. ഓക്കെ ക്ലിയർ. യു ആർ വെരി പർട്ടിക്കുലർ ഇൻ ലുക്കിംഗ് ഇൻ ടു ദ കോർ ഓഫ് ദ പ്രോബ്ലംസ്, അല്ലേ? എന്ന് മാത്രമല്ല, ഒരു ജനങ്ങളുടെ പ്രശ്നം ഒരു ആക്ഷനബിൾ ഒരു പോളിസിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. നമ്മുടെ ഒരു കേരളത്തിലൊരു പ്രശ്നമായിട്ട് പോകുന്നത് ഡോഗ് മെനസ് ഒരു വലിയ പ്രശ്നമാണ്. പട്ടികൾ എല്ലായിടത്തും. അതിനെ എങ്ങനെ പരിഹരിക്കാം? യു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫ്രെയിമിംഗ് സം പോളിസി ടു അഡ്രസ് ദിസ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു അഡ്രസ് ദിസ് വൺ? സർ, ഫസ്റ്റ് തിങ്, അനിമൽ ബർത്ത് ABC മെത്തേഡ്, അനിമൽ ബർത്ത് കൺട്രോൾ സെന്റേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ 19 സെന്റേഴ്സേ നിലവിലുള്ളൂ. സോ അത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു ഡോഗ്സിന് ഷെൽട്ടർ, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷെൽട്ടർ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ തന്നെ വേസ്റ്റ് ഇങ്ങനെ ഓപ്പൺലി ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ സ്ട്രേ ഡോഗ്സ് വരുന്നത്. സോ കംപ്ലീറ്റ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പാക്കാൻ ശ്രമിക്കാം. ദെൻ വാക്സിനേഷൻ, ക്ലിയർ വാക്സിനേഷൻ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യുക. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ്, അതായത് ഇപ്പോൾ ഒരുപാട് പേര് പെറ്റ്സ് ആയിട്ട് ഡോഗ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരത് സ്ട്രേ ഡോഗ്സിനെ പോലെ പുറത്തോട്ട് വിടുന്നുണ്ട്. സോ അത് അലോ ചെയ്യില്ല. കറക്റ്റ് ഓണർഷിപ്പ്, ഡോഗ്സ് ഉള്ളവർക്ക് കറക്റ്റ് ഓണർഷിപ്പ് കാർഡ്സും അവർ വാക്സിനേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് എന്തായിരുന്നു അത്? സർ, ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ദി ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രേ ഡോഗ്സിന്. ബട്ട്
കേരളത്തിലെ ലാൻഡ് അവൈലബിലിറ്റി കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ. തിരിച്ചൊരു ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഈ ജെൻഡർ ഇൻഇക്വാളിറ്റിയാണ്. ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ജെൻഡർ ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്ന സ്ഥലമായിട്ട് ഇന്ത്യയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അതിനുള്ള കാരണം, എന്തായിരിക്കാനുള്ള പ്രതിവിധി? പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ കൂടുന്നത്, ജെൻഡർ ഇൻഇക്വാളിറ്റി ജെൻഡർ ഇൻഇക്വാലിറ്റി. എന്താണ്, വാട്ട് ഇസ് മെൻ ബൈ ജെൻഡർ ഇൻഇക്വാളിറ്റി? വിമണിന് ആ. താഴ്ത്തി ആ ജോബ് ഓപ്പർച്യൂണിറ്റീസിലെല്ലാം വിമണിന് വേജസ് കുറച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ജെൻഡർ ക്രൈംസ് കൂടുന്നുണ്ട് ഇന്ത്യയിൽ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ജെൻഡർ ഇക്വാലിറ്റി വളരെ കുറവാണ്. എങ്കിലും വിമണിനെ എംപവർ ചെയ്യാൻ വേണ്ടി കുടുംബശ്രീ തന്നെ പലതരം സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. സോ ദെയർബൈ ദെൻ വിമണിന് സ്പെഷ്യലായിട്ടുള്ള ആക്ട്സ് ഒക്കെ ജെൻഡർ ഇക്വാലിറ്റിയെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. എൻ്റെ വേറൊരു ചോദ്യം, ഈ നമ്മുടെ കേരളത്തിലൊരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടത്. അത് പിന്നെ ഒരുപാട് ഒരു ആൾക്കാരെ കൊന്നും ആൾക്കാരുടെ ഓർഗൻസ് ഒക്കെ എടുത്ത് മറ്റുള്ളവർക്ക് ട്രാഫിക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ കേരളത്തിൽ? ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി കേരളത്തിലുണ്ടോ? എസ്, ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. അത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അധികം സാധിച്ചിട്ടില്ല. സോ സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യത്തിൽ മോണിറ്ററിങ്ങും ട്രാക്കിങ്ങും ചെയ്യുകയാണെങ്കിൽ, പിന്നെ കേരള ഗവൺമെൻറ് ഇപ്പം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സ്കീംസും കൊണ്ടുവന്നിട്ടുണ്ട്. മൃതസഞ്ജീവനി പോലുള്ള സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രാഫിക്കിംഗ് മോണിറ്ററിങ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും. സുവോളജി പിന്നെ ബിരുദാനന്ദ ബിരുദാരുടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈയുടെ പേരെന്താണ് കേരളത്തിലെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ? ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ബുദ്ധമയൂരി. താങ്ക്സ്. റീകോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുഴപ്പമില്ലാതെ നന്നായി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അതുപോലെ സിവിൽ സർവീസിലേക്ക് പോകാം സ്റ്റേറ്റ് സർവീസിലിരിക്കുന്നതിനേക്കാളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നെറ്റ് എഴുതി റിസർച്ച് ചെയ്യുക. ഓക്കെ. പിന്നെ നന്നായിട്ട് പഠിച്ച്, അതായത് ഇപ്പോൾ ബഡ്ജറ്റ് വരികയാണ്, അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ആ ബഡ്ജറ്റ് വെച്ച് നന്നായിട്ട് ഓരോ മേഖലയ്ക്കും കൊടുത്തിരിക്കുന്ന അലൊക്കേഷൻസ് എന്താണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയെ പറ്റി ചോദിച്ചാൽ ഞാൻ തുടങ്ങിയത്. അത് നന്നായിട്ട് നോക്കുക. താൻ ഈ വിഷയമൊക്കെ പഠിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പ്രത്യേകമായിട്ട് നോക്കണം. നോക്കിയിട്ട് അതിനെ വെച്ച്, കാരണം താനത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ തനിക്ക് അത് വെച്ച് കേരളത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ആ ഹെൽത്ത് മേഖലയ്ക്ക് വേണ്ടി, അതുപോലെ ഈ നമ്മുടെ ഈ പറയപ്പെട്ട ഡ്രെയിനേജ് ശരിയാക്കലും മറ്റ് ഖരമാലിന്യം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അങ്ങനെ അത് നോക്കുക ഒരു വശത്ത്. അതേ സമയത്ത് തന്നെ സിവിൽ സർവീസിനും കൂടി ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ. എനിക്ക് സിംനോട് ഭയങ്കര പരാതിയുണ്ട്. എന്താ പറയുമ്പോൾ, സിംന കയറി വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്നെ നോക്കുകയില്ല. ഞാൻ 0 മാർക്കേ ഇടത്തോളൂ. എൻ്റെ കാര്യമല്ല പറയുന്ന, ഇൻ്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ ഒരാളിനെ അവോയ്ഡ് ചെയ്താൽ 0 മാർക്കായി പോകും. ശ്രദ്ധിച്ചോണം. അപ്പോൾ ആര് ചോദ്യം ചോദിച്ചാലും അവരെ 3 പേരെ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം. നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കണം, ചിരി കൊടുക്കണം. ഐ റിയലി കൺഗ്രാജുലേറ്റ്. കാരണം നന്നായിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് ഞാൻ സിംനെ എൻ്റെ ക്വസ്റ്റ്യനിലൂടെ കൊണ്ടിട്ടത്. നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ വേറൊരാളുടെ ചാൻസ് സ്പോയിൽ ചെയ്യുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ യു ഡിഡ് നോട്ട് ലൂസ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. യു ആർ വെരി ഏബിൾ ടു കൺവിൻസ് മീ വൈ യു ആർ സ്റ്റിക്കിംഗ് ഓൺ ഇറ്റ്. ഐ റിയലി കൺഗ്രാജുലേറ്റ് യു ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. വളരെ പ്ലസൻ്റായിട്ട്, വളരെ നന്നായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് സിംനയ്ക്കുണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദിസ് ഇൻ്റർവ്യൂ. സബ്ജക്റ്റ് വൈസ് കുറച്ചുകൂടെ ഒന്ന് പഠിക്കുക. ഈ ഐ കോണ്ടാക്റ്റ് മാത്രം, ബാക്കി എല്ലാം എവറിത്തിങ് യു ആർ പ്രസൻറ്റിങ് വെൽ. കാരണം റിസർച്ച് പേപ്പറുകളും ഒക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട്, ഡിസർട്ടേഷൻസൊക്കെ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട്, പിന്നെ മാഡം പറഞ്ഞൊരു ഏരിയ യു ക്യാൻ തിങ്ക്. മാഡം പറഞ്ഞത് ഞാൻ പറഞ്ഞതും ഇവിടെ ചേർത്ത് ഇത് അതിനുള്ളൊരു ചിലപ്പോൾ നമുക്ക് ചില നിമിത്തങ്ങളിലൊക്കെ പറയും. ഈ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ വന്നത് ഈ നമ്മുടെ ഡ്രീമിനെ, നമ്മുടെ ക്യാൻവാസിനെ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സ്കോർ സിവിൽ സർവീസ്.
അതിന് ഒരു പ്രോബ്ലം യു ഐഡൻറ്റിഫൈഡ്, യു ആർ ഓവർ പെർഫെക്ഷനിസ്റ്റ്. അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈക്വൽ ടൈം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിച്ചാൽ, ഈ പഠിത്തം ഇത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേരിനോടൊപ്പം സിംന സിദ്ദീഖ് IAS എന്ന് വെക്കാൻ പറ്റും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ട്രൈ ഫോർ ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. സിംന, സിംനയ്ക്ക് വാസ്തവത്തിൽ ഈ ഒരു ജോലിക്ക് പോകേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു. സിംനയുടെ ഫാദർ ഉദ്യോഗസ്ഥനായിരുന്നു, ഹസ്ബൻഡ് ഉദ്യോഗസ്ഥനാണ്, സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യു ഗോട്ട് ട്രൈ ഫോർ ദാറ്റ് അക്കാഡമിക് പോസ്റ്റ്. കാരണം നിങ്ങളുടെ ഒരു അക്കാഡമിക് അച്ചീവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഫിറ്റ് ഫോർ ദാറ്റ്. യു ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്, റൈറ്റ്? വളരെ നല്ലൊരു ശാസ്ത്രജ്ഞനാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി യു ഹാവ് പബ്ലിഷ് 2 പേപ്പേഴ്സ്, റൈറ്റ്? അങ്ങനെയുള്ള ഒരാൾ വാസ്തവത്തിൽ ഒരു ക്ലറിക്കൽ ജോബിൽ പോകേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയാം, നമുക്കൊരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. ഭർത്താവിന് ജോലിയുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ ജോലിയുണ്ട്, ഭർത്താവും ഭാര്യയും കൂടെ സെക്രട്ടറിയിലോട്ട് പോയാൽ മതി, വള്ളക്കടവിൽ നിന്ന് വന്നാൽ മതി, അതല്ലേ നിങ്ങളുടെ ഒരു. അപ്പോൾ അത് വളരെ ഷോർട്ട് ടേം ആണ് സത്യം പറഞ്ഞാൽ. സി യു ആർ എ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്, യു ആർ എ ക്വാളിഫൈഡ് സ്റ്റുഡൻറ്റ്. നിങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഇഫ് യു ട്രൈ ഫോർ ദാറ്റ് സിവിൽ സർവീസിന്, കാരണം ഈ പഠിച്ച വിഷയങ്ങളൊന്നും നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, യു നോ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തണം എന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. your performance was very nice, you're good, and you are relaxed, റൈറ്റ്? വളരെ ടെൻഷനൊന്നും ഇല്ലാതാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ നേരത്തെ മാം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനകത്തുനിന്ന് വേറൊരു സാധനത്തിലേക്ക് പോയിട്ട് വീണ്ടും ആ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു സിംന. മനസ്സിലായില്ലേ? അതൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളൊരു കാൻഡിഡേറ്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, സ്മൈൽ ചെയ്യുന്നുണ്ട്, ടെൻഷനൊന്നുമില്ല, കോൺഫിഡൻ്റ് ആണ് കാര്യങ്ങൾ പറയുന്നതായിട്ട്, റൈറ്റ്? അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും യു വിൽ ബി സെലക്റ്റഡ്, മേ ബി സെലക്റ്റഡ്. പക്ഷേ ഒരു കാര്യം കൂടെ, ഈ സിറ്റിംഗ് പോസ്റ്റർ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഒരു കസേരയുടെ പുറകിലേക്കൊന്ന് ചേർന്ന് ഇരുന്നിട്ട് അത് ചെയ്താൽ നന്നായിരിക്കും. വോളിയം ഒരു നന്നായിട്ട് പറയുന്നത്. പക്ഷേ ചില സന്ദർഭം സാറ് ചില ചോദ്യം ചോദിച്ചപ്പോൾ വോളിയം കുറഞ്ഞു, മനസ്സിലല്ലേ? അതൊരു കോൺഫിഡൻസ് ലെവൽ പോയി, മനസ്സിലല്ലേ? അങ്ങനെ പോരുത്. വോളിയം നമ്മൾ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം ആ വോളിയം. കാരണം മനസ്സിലല്ലേ, ആ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിലാവും. ആ വോളിയത്തിൽ അല്ല അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ പ്രശ്നം അവസാനിപ്പിക്കണം, മനസ്സിലല്ലേ? കാരണം നമ്മൾ കൊണ്ടുവന്ന ടെമ്പോ അങ്ങ് പോവും. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ചോദ്യം കൃത്യമായി മനസ്സിലാക്കി ഉത്തരം പറയണം. ഞാൻ എന്തോ ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരമല്ല വന്നത്, മനസ്സിലല്ലേ? അപ്പോൾ ചോദ്യം മനസ്സിലാക്കുക, അതിൻ്റെ ഉത്തരം നൽകുക. അങ്ങനെയൊക്കെ ചെയ്താൽ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ യു ക്യാൻ ഡു വെൽ, റൈറ്റ്? യു ക്യാൻ മേക്ക് ഇറ്റ്, ഷുവർ, റൈറ്റ്? വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, റൈറ്റ്? റൈറ്റ്.